കൊന്നത്തടിയിലെ ഏലക്ക തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 200-ലധികം കർഷകരിൽ നിന്നായി 70 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്നാണ് ഉയരുന്ന പരാതി. കൊന്നത്തടി, രാജാക്കാട്, വെള്ളത്തൂവൽ മേഖലകളിലെ നൂറുകണക്കായ ഏലം കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ഏലക്ക സംഭരിക്കുകയും ആദ്യ കാലഘട്ടങ്ങളിൽ കൃത്യമായി അതിൻ്റെ പണം നൽകുകയും പിന്നീട് കഴിഞ്ഞ 4 മാസക്കാലമായി സംഭരിച്ച ഏലക്കായ്ക്ക് വില നൽകാതെ കൃഷിക്കാരെ കബളിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് നസീർ എന്നയാളാണ് ഈ ഏലക്ക കച്ചവടം നടത്തി ജനങ്ങളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. കമ്പനിയെയും ഈ വ്യക്തിയെയും സഹായിക്കുന്നതിന് വേണ്ടി കൊന്നത്തടി മേഖലയിലെ ചില പ്രമുഖ വ്യക്തികളുടെ ഒരു ഇടനില ഉണ്ടായിരുന്നു എന്നുള്ളതും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ പണം നഷ്ടപ്പെട്ടിട്ടുള്ള കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിനും ഈ തട്ടിപ്പ് നടത്തിയ ആളെയും അദ്ദേഹത്തിന് ഒത്താശ ചെയ്ത് കൊടുത്ത ആളുകളുടെയും പേരിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പണം കൃഷിക്കാർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. കൊന്നത്തടി, വെള്ളത്തൂവൽ, അടിമാലി, രാജാക്കാട് പഞ്ചായത്തുകളിലെ ഏലം കർഷകരിൽ നിന്നും അവധി വ്യാപാരത്തിന്റെ മറവിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ എന്ന വ്യക്തി കോടികൾ തട്ടിയെടുത്തതായിട്ടാണ് കർഷകരുടെ പരാതി. എൻഗ്രീൻ ഇന്റർനാഷണൽ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് കർഷകരുടെ പക്കൽ നിന്നും 500 മുതൽ 1000 രൂപ വരെ അധിക വിലയ്ക്ക് ഏലക്ക വാങ്ങിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. വിവിധ പഞ്ചായത്തുകളിലെ 200-ലധികം കർഷകരാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഏലക്ക കൊടുത്തതിന്റെ പേരിൽ എൻഗ്രീൻ ഉടമ മുഹമ്മദ് നസീർ അമ്പാടം എന്ന കമ്പനി ഉടമയുടെ പേരിൽ 18 ലക്ഷം രൂപ ലഭിക്കാനുണ്ട് എന്ന് കാണിച്ച് വാത്തിക്കുടി സ്വദേശിനി നൽകിയ പരാതിയിൽ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കൊന്നത്തടിയിലെ യുവ കർഷകന് 10 ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് അടിമാലി മജിസ്ട്രേറ്റ് കോടതിയിലും പരാതി സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ തട്ടിപ്പിനിരയായ 25 പേർ അടിമാലി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. 5 പേർ വെള്ളത്തൂവൽ സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ മറവിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നു. കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ജോർലി പട്ടാങ്കുളം, ബാബു കളപ്പുര, ബിജു വെളുത്തേടത്ത് പറമ്പിൽ, സാജൻ ഇല്ലിമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.